ഹലോ ഹായ് നമസ്തേ, ഇത് ആയുഷാണ്. ആയുഷ് മീഡിയയുടെ പുതിയൊരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് കോന്നിയിലാണ്. കോന്നിയിൽ നിന്ന് ഏകദേശം ഒരു 2.5 കിലോമീറ്റർ മുന്നോട്ട് മാറിയിട്ട് എലിയറക്കൽ എന്ന സ്ഥലത്തായിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാനിവിടെ എത്തിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, കഴിഞ്ഞ കുറേ ദിവസമായിട്ട് കോന്നി ജംഗ്ഷനിൽ കരിയാട്ടം എന്ന പേരിൽ ഒരു എക്സ്പോ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ എക്സ്പോയുടെ സമാപനം കുറിച്ചുകൊണ്ട് എലിയറക്ക ജംഗ്ഷനിൽ നിന്ന് ഒരു ഘോഷയാത്ര ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഘോഷയാത്ര ഇവിടെ എലിയറക്കയിൽ നിന്ന് ആരംഭിച്ചിട്ട് കരിയാട്ടം എക്സ്പോ നടക്കുന്ന കോന്നി ജംഗ്ഷനിലുള്ള എക്സ്പോ നഗരിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഘോഷയാത്രയുടെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്തേക്കുക. പിന്നെ ഇതുകൂടാതെ നമുക്ക് ആയുഷ് മീഡിയ എന്ന പേരിൽ തന്നെ ഒരു ഫേസ്ബുക്ക് പേജും കൂടിയുണ്ട്, അതും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇനി വീഡിയോയിലേക്ക്. കോന്നി MLA KU ജനീഷ് കുമാർ മുന്നിൽ നിന്ന് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് കരിയാട്ടം. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുണ്ടായിരുന്നു. ഇന്ന് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രി വീണ ജോർജാണ്. പിന്നെ അതുകൂടാതെ രാത്രിയിലെ വേടൻ്റെ ഒരു റാപ്പ് മ്യൂസിക്കിൻ്റെ ഒരു പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഘോഷയാത്ര ആരംഭിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ നല്ലൊരു കൊമ്പനാനയുണ്ട്. അല്ലെങ്കിൽ തന്നെ കൊമ്പനാന ഇല്ലാതെ ഈ കോന്നിക്കാർക്ക് എന്ത് ആഘോഷം, കാരണം ഇവിടുത്തെ ആനക്കൂടും അതെല്ലാം ഭയങ്കര ഫേമസ് ആണ്. പിന്നെ അത് തന്നെയല്ല, ഈ പ്രോഗ്രാമിൻ്റെ പേര് തന്നെ കരിയാട്ടം എന്നാണ്. ആനയ്ക്കൊപ്പം തന്നെ പഞ്ചവാദ്യമുണ്ട്. ഇവിടെ ഏറ്റവും രസകരമായി തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദശമൂലം ദാമു, ഷാജിപ്പാപ്പൻ, അങ്ങനെ കുറേ, അതുപോലെ പപ്പുവിൻ്റെ കുതിരവട്ടം പപ്പുവിൻ്റെ വേഷം കെട്ടിയ ആളുകളെ, മാമുക്കോയുടെ വേഷം കെട്ടിയ ആളുകളെ, ഇതൊക്കെ കാണാനൊരു പ്രത്യേക രസമാണ് കേട്ടോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ ഉത്സവങ്ങളിലും ഇതൊക്കെയാണ് ട്രെൻഡെന്ന് തോന്നുന്നു. പിന്നെ ഈ ഘോഷയാത്രയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന ആളുകളാണ്. ഏകദേശം 300ഓളം ആർട്ടിസ്റ്റുകളുണ്ട്. അവർ ആനയുടെ വേഷം കെട്ടി അത് ഇവിടുത്തെ മുഖംമൂടിയൊക്കെ വെച്ചിട്ടാണ് വരുന്നത്. ഇത് കൂടുതലും നമ്മുടെ അന്യസംസ്ഥാന തൊഴിലാളികളാണ്, കൂടുതലും ബംഗാളികളും അങ്ങനെയൊക്കെയുള്ള ആളുകളാണ് ഈ വേഷം കെട്ടിയിരിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ സിമ്പിളാണ്, പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണിത്. കാരണം നല്ല ചൂടാണ്, വെളിയിലും നല്ല ചൂടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് സമയം ഏതാണ്ട് വൈകുന്നേരം 5 മണിയോളം ആയെന്ന് പറഞ്ഞാലും ഇവിടെ അത്യാവശ്യം നല്ലൊരു ചൂടുണ്ട്. അപ്പോൾ ഈ വേഷവും തലപ്പാവും എല്ലാം വെച്ചുകൊണ്ട് വരിക എന്ന് വെച്ചാൽ അല്പം ബുദ്ധിമുട്ടാണ്. നമുക്ക് വേണ്ടി നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവർ ആ വേഷം കെട്ടിയാണ്. നല്ല പൈസയും കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഈ ഘോഷയാത്രയ്ക്ക് ഇവിടെ സമാപിക്കുകയാണ്. ഈ നഗരം ചുറ്റിയിട്ട് നേരെ ഗ്രൗണ്ടിലോട്ട് കയറുകയാണ്. അപ്പോൾ നമ്മളും കൂട്ടത്തിൽ പോവുകയാണ്. പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇന്ന് രാത്രിയിൽ ഇവിടെ ബേഡൻ്റെ പ്രോഗ്രാം ഉണ്ട്. പക്ഷേ ഞാൻ നിൽക്കുന്നില്ല. കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കറിയത്തില്ല എത്ര സമയം എടുക്കുമെന്നോ. ഇത് പ്രോഗ്രാമിനിടയ്ക്ക് വെളിയിൽ പോരാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ ഭയങ്കര കൺജസ്റ്റഡ് ആണ്. എന്തായാലും കോന്നി കരിയാട്ടം ഇത്ര വലിയ വിജയമായി മാറിയതിൽ KU ജനീഷ് കുമാർ MLA അഭിമാനിക്കാം. പത്തനംതിട്ട ജില്ലയിലെ മറ്റ് MLA മാർ, അതായത് റാന്നി MLA ഉണ്ട്, ആറന്മുള MLA ഉണ്ട്, തിരുവല്ല MLA ഉണ്ട്, അടൂർ MLA ഉണ്ട്. ഇവർക്കൊന്നും കഴിയാത്ത വിധത്തിൽ ഇത്ര വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കാൻ കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജനീഷ് കുമാറിൻ്റെ മാത്രം കഴിവാണ്. മറ്റ് MLA മാരൊക്കെ എനിക്ക് തോന്നുന്നു ജനീഷ് കുമാറിനെ കണ്ട് പഠിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ആറന്മുള മണ്ഡലത്തിൽ കിടക്കുന്ന ഞാൻ എന്തുകൊണ്ട് കോന്നി മണ്ഡലത്തിലെ ഈ പ്രോഗ്രാമൊക്കെ കാണിച്ചു, അതല്ലെങ്കിൽ ഇതിൻ്റെ വിജയത്തിൽ ഞാൻ എന്തുകൊണ്ട് സന്തോഷിക്കാൻ കാരണം ഞാൻ ജന്മം കൊണ്ട് കോന്നി മണ്ഡലംകാരനാണ്. എൻ്റെ മമ്മി വീട് തേക്കോടാണ്. തേക്കോടെന്ന് വെച്ച് കഴിഞ്ഞാൽ തണ്ണിത്തോട് ഗ്രാമപഞ്ചായത്തിലെ അങ്ങ് ലാസ്റ്റാണ്, ഫോറസ്റ്റിനോടൊക്കെ ചേർന്ന പ്രദേശമാണ്. ഞാൻ അവിടെയാണ് ജനിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ ജന്മം കൊണ്ട് ഒരു കോന്നിക്കാരനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കരിയാട്ടത്തിൻ്റെ വിജയത്തിൽ എനിക്കും സന്തോഷിക്കാം, അഭിമാനിക്കാം. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് എത്തുന്നതാണ്.